ഹലോ ഫ്രണ്ട്സ്, ബേക്ക് വിത്ത് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിലെ 7ാമത്തെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതും ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റാഫെല്ലോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻറ്റി ഗ്രാവിറ്റി കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി ഈ ഒരു റെസിപ്പിയിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേക്കൊക്കെ തയ്യാറാക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതുപോലത്തെ കേക്കുകളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബേസ് ആയിട്ടുള്ള ഒരു കേക്ക് വേണം. ആ ബേസ് കേക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മുട്ട ചേർത്തിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണ്. ഈ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും അത് ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീഡിയോ വളരെ ലെങ്തി ആവും. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് കാണാം. പിന്നെ ഈ മുട്ട ചേർത്തുള്ള വാനില സ്പോഞ്ച് കേക്കിന് പകരം മുട്ട ചേർക്കാത്ത വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് കാണാം കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പിന് പകരം ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു മിക്സ്ചറാണ്. നമ്മൾ സാധാരണ കേക്കൊക്കെ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പാണ് എടുക്കുന്നത്. ഈ ഒരു കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് മിക്സ്ചറാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് എങ്ങനെ മെൽറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 1/2 കപ്പ് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഡബിൾ ബോയിലിംഗ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് അല്പം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല തിന്നാക്കി എടുക്കണം. അതാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പിന് പകരം ഈ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. കേക്ക് സോക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അത് നമ്മൾ ഏതൊരു ഡെക്കറേഷൻ ഉള്ള കേക്ക് ആണെങ്കിലും നമ്മൾ ഓരോ ലെയർ ചെയ്യുന്നതിന് മുമ്പ് കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഈ ഒരു കേക്കിലേക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് കേക്ക് സോക്ക് ചെയ്യുന്നത് മാത്രം. സാധാരണ ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യാറ്. പിന്നെ നിങ്ങൾ ഈ പാല് ചേർത്ത് കൊടുക്കുന്നതിന് പകരം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ കൂടുതൽ ദിവസം നമ്മൾക്ക് എടുത്തു വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് കഴിച്ച് തീർക്കേണ്ടി വരും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ഉള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഈ റാഫെല്ലോ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ക്രീം വിപ്ഡ് ക്രീമും അതിൻ്റെ കൂടെ അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ചേർത്തിട്ട് ഒരു ക്രീം റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് അല്പം വിപ്ഡ് ക്രീം റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മാക് ടോപ്പ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്ഡ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾക്ക് അല്പം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾക്ക് അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ചേർത്തിട്ട് ഒരു ക്രീം റെഡിയാക്കി എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീമിലേക്ക് മൊത്തത്തിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ട് ഒരു ക്രീം റെഡിയാക്കി എടുക്കാം. പക്ഷെ നമ്മൾ ഒരുപാട് ചേർത്തിട്ട് അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നത്. അപ്പോൾ കുറേശ്ശെ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കണ്ട, അല്പം മാത്രം ചേർക്കാം. അതിൻ്റെ മെഷർമെൻ്റൊക്കെ നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് എടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കാതിരുന്നാൽ മതി. ഒരുപാട് നമ്മൾ ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുമ്പോൾ നമ്മൾക്കത് സ്പാറ്റിലുകൊണ്ടൊന്നും നന്നായിട്ട് അത് ലെവൽ ചെയ്യാനൊന്നും പറ്റില്ല. ക്രീമൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾക്ക് ഈ കേക്ക് ഒന്ന് ലെയർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ വെനില സ്പോഞ്ച് കേക്ക് ഞാൻ തലേ ദിവസം റെഡിയാക്കി വെച്ചതാണ്. എന്നിട്ട് ഇതുപോലെ റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഞാൻ പുറത്താണ് വെച്ചത്, ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലായിരുന്നു, പുറത്ത് വെച്ചതാണ്. എന്നിട്ടിപ്പോൾ കേക്ക് നെക്സ്റ്റ് ഡേ ആണ് കേക്ക് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. മുട്ട ചേർത്തിട്ടുള്ള വെനില സ്പോഞ്ച് കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാഞ്ഞത്, പുറത്താണ് വെച്ചത്. ഒരു ദിവസമൊക്കെ പുറത്ത് വെച്ചുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്കിത് ലെയർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നൂല് വെച്ചിട്ട് 3 ലെയറും നമ്മൾക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ 3 ലെയേഴ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ടേൺ ടേബിളിൽ നമ്മൾക്ക് ഇതുപോലെ കേക്കിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് സോക്ക് ചെയ്യാനുള്ള വൈറ്റ് ചോക്ലേറ്റ് മിക്സ്ചർ മുകളിൽ അല്പം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഈ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക.
പിന്നെ നമ്മൾ ഈ റാഫെല്ലോ കേക്കിൽ കൂടുതലായിട്ടും വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, റാഫെല്ലോയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ശരിക്കും വൈറ്റ് ചോക്ലേറ്റ് ചേർത്താലേ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് ചേർക്കാതെ നമുക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ചേർത്താലേ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അല്പം ക്രീം, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. പിന്നെ ക്രീം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തിന്നായിട്ടുള്ളൊരു ലെയറായി കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് വൈറ്റ് ചോക്ലേറ്റ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഈ ലെയറും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ്ചർ, വൈറ്റ് ചോക്ലേറ്റ് മിക്സ്ചർ വെച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അടുത്ത ലെയർ വയ്ക്കുക. അങ്ങനെ മൊത്തത്തിൽ കേക്ക് കവർ ചെയ്തെടുക്കുക. ഈ ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള റാഫെല്ലോ കേക്ക് മാത്രം റെഡിയാക്കി എടുത്താൽ മതിയെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്ത പോലെ ഇതിന് മുകളിൽ നമ്മളിപ്പോൾ നന്നായിട്ട് ക്രീം കൊണ്ട് കവർ ചെയ്തിട്ട് അതിന് മുകളിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റാഫെല്ലോ കേക്ക് റെഡിയായി. ടേസ്റ്റിൽ ഒരു വ്യത്യാസമില്ല. ഇതും നമ്മൾ എത്ര ഡെക്കറേഷൻസ് കൊടുത്താലും ടേസ്റ്റ് ഇത് തന്നെയായിരിക്കും. പിന്നെ ഒന്നുകൂടെ നല്ല അട്രാക്റ്റീവായിട്ട് കാണണമെങ്കിലുള്ള ഡെക്കറേഷൻസാണ് ഞാൻ പിന്നീട് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള റാഫെല്ലോ കേക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പി മതിയെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിർത്താം. ഞാൻ എവിടെയെന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ കേക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അല്പം കോക്കനട്ടും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നിർത്തിയാൽ മതി. പിന്നെ ഈ സൈഡ് സ്ക്രാപ്പർ വെച്ചിട്ട് വല്ലാണ്ട് നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുക്കൊന്നും വേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിതിൻ്റെ മുകളിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ലെവൽ ചെയ്ത് കൊടുക്കേണ്ടൊന്നും ആവശ്യം വരുന്നില്ല. പിന്നെ ഈ ഒരു കേക്കിലേക്ക് ഞാൻ ക്രംബിൾ കോട്ടിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. വളരെ തിക്കായിട്ടുള്ള കോട്ടിംഗ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം നമ്മളിതിൽ ഒരുപാട് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ചേർത്തുകൊണ്ട് ഒരുപാട് സ്വീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തിക്കായിട്ടുള്ള ക്രീമൊന്നും ഞാൻ കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അല്പം കട്ടിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നല്ല വൈറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അല്പം മാത്രം ഡെസിക്കേറ്റഡ് കോക്കനട്ട് മതിയെങ്കിൽ അല്പം മാത്രം ഇട്ട് കൊടുക്കുക. സൈഡിലും ഈ കേക്ക് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ റാഫെല്ലോ കേക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ശരിക്കുള്ള റാഫെല്ലോ കേക്ക്. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഡെക്കറേഷൻസ് ഒക്കെ എങ്ങനെ കൊടുക്കേണ്ടതെന്നാണ് അടുത്തത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അല്പം നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ സ്ലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അല്പം കൂടി ഒന്ന് ഡെക്കറേഷൻ കൊടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നതിൻ്റെ ആ ഒരു കണക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് അത് നല്ലൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു മിക്സ്ചറായി വരണം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. ഇപ്പോൾ ഏകദേശം ആ ഒരു മിക്സ്ചർ നന്നായിട്ട് സ്റ്റിക്കിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ ഒരു കോക്കനട്ട് ബോൾസ് ആക്കി എടുക്കണം. വല്ല സ്പെഷ്യലായിട്ട് നമുക്ക് തയ്യാറാക്കണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരു ദിവസം തയ്യാറാക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം ഈ കോക്കനട്ട് ബോൾസ് റെഡിയാക്കിയിട്ട് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോക്ലേറ്റ് കപ്സ് റെഡിയാക്കി വെക്കാം. അതുപോലെ കേക്കും റെഡിയാക്കി വെക്കാം തലേ ദിവസം. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഇതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു കോക്കനട്ട് ബോൾസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോക്കനട്ട് സ്വീറ്റ്സ് എന്നാണ് ആ ഒരു വീഡിയോയുടെ പേര്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കോക്കനട്ട് ബോൾസും റെഡിയാക്കി. ഇനി നമുക്ക് ഇതിലേക്കുള്ള ആൻറ്റി ഗ്രാവിറ്റി എങ്ങനെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ആൻറ്റി ഗ്രാവിറ്റി ഏത് റെസിപ്പി ആണെങ്കിലും ആൻറ്റി ഗ്രാവിറ്റി നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു സ്ട്രോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ല കട്ടിയുള്ള ഒരു സ്ട്രോ ആണ് എടുത്തിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ വേറൊരു ഡിസ്പോസിബിൾ സ്ട്രോയും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട്, ആ ഒരു ടിപ്പ്, വളഞ്ഞ ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കേക്കിൻ്റെ അകത്തേക്ക് ഒന്ന് ഇറക്കി വെക്കണം. അപ്പോൾ ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് മൊത്തം നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് അല്പം കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം മാത്രം മതി, നമുക്ക് ഒരുപാട് വേണ്ട. ഇനി നമ്മൾക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് ഈ സ്ട്രോയിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഈ സ്ട്രോ മൊത്തം വൈറ്റ് ചോക്ലേറ്റ് കവർ ചെയ്യണം. ഞാനിപ്പോൾ അത്രയും കവർ ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ സ്ട്രോ മൊത്തം വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യണം. നിങ്ങൾക്ക് സ്ട്രോ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം കേട്ടോ. നമ്മൾക്ക് ഈ ഒരു മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എത്രത്തോളം താഴേക്ക് പോകുന്നുണ്ടെന്നുള്ള മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മൾ ഇറക്കി വെച്ച് നോക്കുന്നത്. പിന്നെ ആ സ്ട്രോ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം മാത്രം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പെട്ടെന്ന് നമ്മളത് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഹാർഡായി പോവും. അപ്പോൾ പിന്നെ നമുക്കത് ഒട്ടിക്കാൻ പറ്റില്ല ഈ സ്ട്രോയിൽ. അപ്പോൾ പെട്ടെന്ന് ഈ കോക്കനട്ട് ബോൾസ് ഈ വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ സ്ട്രോയിൽ അത് ഒട്ടി പിടിക്കുകയുള്ളൂ. ഒരുപാട് നേരം നല്ല സ്റ്റിക്കായി കിടക്കണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് നിർബന്ധമാണ്. അതുപോലെ ഈ കോക്കനട്ട് ബോൾസ് താങ്ങാനുള്ള ഒരു വെയിറ്റ് കൂടി ഈ ഒരു സ്ട്രോക്ക് വേണം. അപ്പോൾ അതുകൂടി ഒന്ന് നമ്മൾ മനസ്സിൽ വെക്കണം. അല്ലാതെ വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സ്ട്രോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോക്കനട്ട് ബോൾസ് നമ്മൾ അതിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും, ഇത് മൊത്തത്തിൽ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് താഴെ പോവും. അപ്പോൾ നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട് കോക്കനട്ട് ബോൾസ്. ഇതുപോലെ നിൽക്കണം, ഒരുപാട് നേരം നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് അത്രയും നല്ല സ്ട്രോങ് ആയിരിക്കണം നമ്മളുടെ സ്ട്രോ. ഇനി ഈ ബോൾസ് താഴേക്ക് വീഴുന്ന പോലെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ അത് വെച്ച ശേഷം ഒന്ന് നോക്കുക. പിന്നെ ഓരോ ഗ്യാപ്പിലും നമ്മൾ നന്നായിട്ട് വൈറ്റ് ചോക്ലേറ്റ് കവർ ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ വല്ലാണ്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, കാരണം ഞാനിപ്പോൾ വീട്ടിൽ കഴിക്കാനുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബോൾസ് ഒന്നും റെഡിയാക്കി എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴേക്കും വീഴുന്ന രീതിയിൽ ഒരുപാട് ബോൾസ് റെഡിയാക്കിയിട്ട് താഴേക്കൊക്കെ വെക്കാം. എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്താൽ മതി. നമ്മൾ വീട്ടിൽ വെറുതെ നമ്മൾ ആകുമ്പോൾ നമ്മൾ ചെയ്യാൻ വളരെ മടിയായിരിക്കും. ഈ ബോൾസിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഒരു 2 റാഫെല്ലോ, ശരിക്കുള്ള റാഫെല്ലോ ക്യാൻഡി എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബദാം ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് അതിൻ്റെ ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വെക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ആൻറ്റി ഗ്രാവിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ ഒരു കപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ഒരു കപ്പിൻ്റെ റെസിപ്പി ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, വൈറ്റ് ചോക്ലേറ്റ് കപ്സ് റെഡിയാക്കുന്നതിൻ്റെ. അപ്പോൾ അത് നോക്കുക കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻറ്റി ഗ്രാവിറ്റി റാഫെല്ലോ കേക്ക്. പിന്നെ ഒന്നുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് റിബൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കേക്ക് ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാഫെലോയുടെ സ്റ്റിക്കർ കട്ട് ചെയ്തിട്ട് ഈ വൈറ്റ് ചോക്ലേറ്റ് കപ്പിൽ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടാണ് അത് ഒട്ടിച്ച് വെച്ചത്. ഹസ്ബൻഡിൻ്റെ സജഷനായിരുന്നു. വെച്ചപ്പോൾ നന്നായി തോന്നി, നല്ലൊരു അട്രാക്റ്റീവായി തോന്നി അത്. പിന്നെ ഞാൻ ഈ വൈറ്റ് ചോക്ലേറ്റ് കപ്പ്, ഇത്രയും വലിയ വൈറ്റ് ചോക്ലേറ്റ് കപ്പ് തയ്യാറാക്കിയ സമയത്ത് ഒത്തിരി പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും വലിയ ചോക്ലേറ്റ് കപ്പ് തയ്യാറാക്കിയിട്ടില്ല, എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു റാഫെല്ലോ കേക്കിന് വേണ്ടി മാത്രമാണ്, ഈ ഒരു തീം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ചോക്ലേറ്റ് കപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ചെറിയ കപ്സ് വേണമെങ്കിൽ തയ്യാറാക്കാം, വലുത് വേണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആൻറ്റി ഗ്രാവിറ്റി റാഫെല്ലോ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള റാഫെല്ലോ കേക്കാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും കൊടുക്കാതെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കേക്ക് കൂടിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫേസ്ബുക്കിലൂടെയും അതുപോലെ വാട്സപ്പിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അങ്ങനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്